ഏഷ്യനെറ്റിലുണ്ടായിരുന്നു. അല്ലാതെ അരുൺകുമാറിനോട് നമുക്ക് അഭിപ്രായമില്ല. അയാൾ അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിച്ച് പോണ ജാതിയാണ്. അതിനോട് നമുക്ക് അഭിപ്രായമില്ല. അവൻ ഇപ്പം രാത്രി എന്ന് പറഞ്ഞാൽ പകലെന്ന് പറഞ്ഞ് നടക്കുന്ന അയാളാണ്. അവനെന്നല്ല അയാളാണ്. അതിനോട് നമുക്ക് താല്പര്യമില്ല. പക്ഷേ മറ്റു പലരോടും നല്ല മിടുക്കരായിട്ടുള്ള മാതൃഭൂമിയിലൊക്കെ വളരെ മനോഹരമായിട്ടിരുന്ന സ്മൃതി പരുത്തക്കാട്, കാശെന്തിന് സ്മൃതി, അധികാരം എന്തിന്, അന്തസ്സല്ലേ വേണ്ടത്, അന്തസ്സില്ലാതെ നിങ്ങൾ അതിനകത്ത് നിൽക്കും, നിങ്ങൾ കളഞ്ഞിട്ട് പോകണം. അതാ ഉണ്ണി ബാലകൃഷ്ണൻ കണ്ടോ, വണ്ടി കറക്റ്റായിട്ട് ടേൺ ചെയ്തപ്പോൾ ഉണ്ണി ചാടി കണ്ടോ, സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ ഏഷ്യാനെറ്റ് ചാടിക്കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പിന്നെ ടി വി പ്രസാദ് ഒരു കാരണവശാലും അവിടെ പോകാൻ പാടില്ലാത്ത ആളായിരുന്നു. എത്ര മനോഹരമായിരുന്നു നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഒക്കെ. നിങ്ങൾ അവിടെ ചെന്ന് ആകെ നാശക്കോട്ടയായില്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്ക് റിപ്പോർട്ടർ ചാനലിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഒരു ചാനലിൻ്റെ ഒരു സംസ്കാരമുണ്ട് കേരളത്തിന്, മാധ്യമത്തിനൊരു സംസ്കാരമുണ്ട്. അത് തകർത്തത് റിപ്പോർട്ടർ ചാനലാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാനിത് പറയുന്നതേ ഉള്ളൂ, ഒരു നിർഭയം പറയുന്നതേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നു. അല്ലാതെ എനിക്ക് റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ധാരാളം ഗസ്റ്റായിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. എനിക്ക് എതിർപ്പൊന്നുമില്ല. 24-ലും റിപ്പോർട്ടറിലും ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും മനോരമയിലും എല്ലാ ചാനലിലും ഞാൻ ഗസ്റ്റായി വരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും ഒരു എതിർപ്പൊന്നുള്ള ആളല്ല. ചാനൽ ഡിസ്കഷനിലൊക്കെ ഞാൻ പോകുന്ന ആളാണ്, അന്തിച്ചർച്ചയ്ക്കൊക്കെ. എനിക്ക് ആരോടും ഒരു എതിർപ്പൊന്നുമില്ല. പക്ഷേ ശ്രീകണ്ഠൻ നായർ സാറേ, നിങ്ങൾ സത്യം പറയണം.